3 പോയിന്റുകൾ ഇടയ്ക്ക് കട്ട് ചെയ്യരുത്, അധികം സമയം എടുക്കില്ല. ഒന്നാമത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഗർഭമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഓഡിയോയിൽ നിന്ന് എങ്ങനെയാണ് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളെല്ലാം തന്നെ കേൾപ്പിക്കുന്ന ഓഡിയോയിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും ആനയും ആടും പോലെയല്ലേ, ആകാശവും ഭൂമിയും പോലെയല്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് എന്നുള്ളതാണ് സത്യം. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് 3 വർഷം മുമ്പ്. എന്ത് അശ്ലീല മെസ്സേജാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിൽ അതായത് പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനപ്പുറം എന്ത് അശ്ലീലമാണുള്ളത്? അതിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ? ഇപ്പോൾ ഒരാൾ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, അയാളുടെ ലോക്കൽ സ്റ്റാൻഡ് എന്താണ്? അഥവാ വേറൊരു പെൺകുട്ടിക്ക് അങ്ങനെ മോശം മെസ്സേജ് ഇട്ട് ഇയാളാണോ പരാതി കൊടുക്കേണ്ടത്? ഇയാൾ നാട്ടിലെല്ലാം പെൺകുട്ടികളുടെ സദാചാര ആംഗലയാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സദാചാര പോലീസ് കളിക്കുകയല്ലേ നമ്മുടെ മീഡിയക്കാർ ചെയ്യുന്നത്? സദാചാര ഗുണ്ടായിസം നടത്തുകയല്ലേ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്? ഒരു കാര്യം ഇനി പോളിസിയായിട്ട് പറയാം, സീരിയസ് ആയ പോളിസിയായിട്ട് പറയാം. പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചാൽ തെളിവ് ചോദിക്കുന്നത് സ്ത്രീവിരുദ്ധമല്ല. അതാണ് പോളിസി പൊസിഷൻ. ഒരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചാൽ തെളിവ് ചോദിക്കുന്നത് സ്ത്രീവിരുദ്ധമല്ല. സ്ത്രീയോ പുരുഷനോ അല്ല, സത്യമാണ് പ്രധാനം, തെളിവാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഒരു തെളിവ് പോലും പൊതുസമക്ഷം വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ 18 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ആ യുവതി എന്ന് പറഞ്ഞ ആൾക്കാർ കേൾപ്പിക്കുന്ന ഓടിയും 18 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയുടെയാണ്. ഇവർക്ക് തമ്മിൽ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധം ഉണ്ടായെങ്കിൽ അതിന് എന്താണ് തെറ്റ്? അത് ക്രിമിനൽ ഒഫൻസ് ആണോ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെങ്കിലും പുകച്ചു പുറത്തിയടിക്കാനാണ്. ഇത് മുകേഷ് ഏട്ടനെതിരെയും ചെയ്തിരുന്നു. അന്നും ശക്തമായി ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീ മുകേഷ് MLA ഇതേപോലെ കുടുക്കി പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. എൽദോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA കുടുക്കി പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. സുരേഷ് ഗോപിയെ തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞ് അത് ലൈംഗിക സെക്ഷൽ ഒഫൻസ് ആണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു. ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടകളായി ഈ നാട്ടിലെ പുരുഷന്മാർ മാറി. എങ്ങനെയും ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്ത്രീപക്ഷ നിയമങ്ങൾ മാറി. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, നാളെ രാഹുൽ ഈശ്വർ, മറ്റന്നാൾ വേറെ ആരെങ്കിലും. ഓർക്കുക, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും നമ്മുടെ വേടൻ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും മുകേഷ് ഏട്ടനാണ് അല്ലെങ്കിൽ ശ്രീ മുകേഷ് ആണെങ്കിലും വേറെ ആര് പറഞ്ഞാലും ഏത് പാർട്ടി ഏതാണെങ്കിലും ദൈവത്തെ ഓർത്ത് ഇത്തരം വ്യാജ പരാതികളിൽ ആൾക്കാരുടെ കരിയറും ജീവിതവും ഇല്ല.